വെൽക്കം ബാക്ക് ലിസണേഴ്സ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വിന്റർ ടൈമിൽ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് നമ്മൾ ഒരു പ്രോഗ്രാമിൽ നിന്നും പുറത്ത് പോകാണ്ടും നമ്മൾ ഫുൾ ടൈം വീട്ടിലേക്ക് ആയിരിക്കും മിക്കവാറും ഇരിക്കുന്നല്ലേ. സോ വിന്റർ കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ആ ഒരു സമ്മർ ടൈം സ്റ്റാർട്ട് ഏകദേശം ഏപ്രിൽ മെയ് ആ ഒരു കാലത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറെ ഈവന്റ് പ്ലാൻ ചെയ്യും. ഏത് ഈവന്റ് ആണ് സ്റ്റാർട്ട്, എവിടെയാണ് ആദ്യം പോകേണ്ടത്. സോ ഒരു തിരി കൊളുത്തുന്ന പോലെയാണ് ഒരു സീരീസ് ഓഫ് ഈവന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് ഏപ്രിൽ തൊട്ട്. സോ ഏപ്രിൽ തൊട്ട് തുടങ്ങാൻ പോകുമ്പോൾ ഒന്റാരിയോയില് നമ്മുടെ ഒരു വലിയൊരു സംഘം ഒരു അടിപൊളി മ്യൂസിക് ബാൻഡിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏപ്രിലാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. സോ അതിന്റെ ഓർഗനൈസർ എല്ലാവരും ഇവിടെയാണ്. ഞാൻ എല്ലാവരും ആദ്യം തന്നെ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മുടെ ഞാൻ ഫാദറിനെ പരിചയപ്പെടുത്താം. ഫാദർ വിനീത് വട്ടക്കുന്നിൽ വികാരിയാണ്. അച്ഛൻ സെന്റ് ജോൺ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഹാമിൽട്ടണിലെ വികാരിയാണ്. വെൽക്കം ഫാദർ, വെൽക്കം ടു ആർ സാറ്റർഡേസ്. താങ്ക് യു. നെക്സ്റ്റ് ജെറി മണി, അദ്ദേഹം വേവ് കാസിൽ ഈവന്റ് മാനേജ്മെന്റ് ആളാണ്. വെൽക്കം ജെറി. താങ്ക് യു. അതുപോലെ നമ്മുടെ റോബിൻ ഡാനിയൽ ഈവന്റ് കോർഡിനേഷൻ ടീമിലാണ്. വെൽക്കം റോബിൻ. സോ നിങ്ങൾ മൂന്ന് പേരും വളരെ എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ മുഖം കണ്ടറിയാം. കാര്യം നിങ്ങൾ എല്ലാവരുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട് വരാൻ പോകുന്ന ആ ഒരു ഈവന്റ് എന്താണെന്നുള്ളത്. സോ അച്ഛൻ ആ ഈവന്റിന്റെ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ പറയാൻ ഇങ്ങനെ വെയിറ്റ് നിൽക്കാനറിയാം. സോ അച്ഛൻ എന്താണ്, എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം, എന്താണെന്ന് അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് നമ്മുടെ ലിസണേഴ്സിനോട് പറയാം. തീർച്ചയായിട്ടും 2025 ആണ്ട് ഏപ്രിൽ മാസം 26-ാം തീയതി പിക്കറിംഗിൽ ദി അറീന എന്ന കോൺസെർട്ട് ഹാളിൽ വെച്ച് നടക്കുന്ന ഒരു അത്യപൂർവമായ പാൻ ഇന്ത്യൻ മ്യൂസിക്കൽ കോൺസെർട്ടാണ് ദി ഡ്രീംസ്. അത് ഇന്ത്യൻ സംഗീതത്തിന്റെ വൈവിധ്യങ്ങളെ വിവിധ ഭാഷകളിൽ അവിസ്മരണീയമായി അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. അതിൽ ഫീച്ചർ ചെയ്യുന്നത് അമേരിക്കൻ സംഗീത മേഖലയിൽ ഏറ്റവും ഉയർന്ന അംഗീകാരമായ ഗ്രാമി നോമിനേഷൻ ലഭിച്ച ബെർക്ക്ലി ഇന്ത്യൻ എൻസംബിൾ എന്ന ബാൻഡാണ് നമുക്ക് വേണ്ടി ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. സോ ഫാദർ, ഈ പറയുന്ന ബാൻഡ് നമ്മളെല്ലാം ഞാൻ ഇവരുടെ ഒരു ഉന്നയി കാണാതെ എന്നൊരു പാട്ടിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഈ വീഡിയോ കൂടുതലും ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലാണ്. ഒരു 360 ഡിഗ്രി ആംഗിൾ എടുത്തൊരു ക്യാമറ വ്യൂവില് USA നടക്കുന്ന ഒരു പ്രോഗ്രാം, US നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ബെർക്ക്ലി ഇന്ത്യൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു മ്യൂസിക്കിന്റെ. അവരവിടുത്തെ അനിറ്റ് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അവര് ഒരു കേരളൈറ്റ് ആണ്, മലയാളി സ്ത്രീയാണ്. അവരാണ് അവിടുത്തെ മെയിൻ ഇവര് നടത്തുന്നത്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അവര് നടത്തുന്ന ഒരു ഷോ ആണ്. അതിന് ഗ്രാമി, അവരുടെ ഒരു മ്യൂസിക് ആൽബത്തിന് പോലും ഗ്രാമി നോമിനേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് തിങ് അല്ലേ. സോ നമുക്ക് മലയാളികൾക്ക് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവർ ആദ്യമായിട്ട് കാനഡയിൽ വരുന്നു, അതും നമ്മുടെ ഒരു ചേർച്ച് പാർട്ടായി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. സോ എങ്ങനെയായിരുന്നു നമ്മുടെ പള്ളിയിലൊക്കെ, നമ്മുടെ നാട്ടിൽ, ഞാൻ കേരളത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും പള്ളിയിൽ നടത്തുന്ന പ്രോഗ്രാംസ് എല്ലാം കൂടുതലും ഡിവോഷൻ അല്ലെങ്കിൽ ആ ഒരു ഓറിയന്റഡ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വലിയൊരു മ്യൂസിക് ബാൻഡ് അതൊരു പള്ളിയിൽ ചേർന്ന് നടത്തുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. സോ എങ്ങനെയായിരുന്നു സോ ആ ഒരു കാര്യം? അതിന്റെ കാരണത്തിലോട്ട് ഞാൻ ആദ്യം വരാം. എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ ഉരുത്തിരിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, ഇതൊരു മ്യൂസിക്കൽ കോൺസെർട്ട് എന്നതിലുപരി ഇതൊരു ദൗത്യമാണ്. ഹാമിൽട്ടണിൽ ഒരു ദേവാലയം എന്ന ഒരു 35-നും 50-നും ഇടയിൽ സംഖ്യ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വപ്നമാണ് ഒരു ദേവാലയം. ആ ഒരു സ്വപ്നത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് അതാണ് സ്വപ്നം, ഡ്രീംസ്. അതാണ് ഈ നടക്കുവാൻ പോകുന്ന അതിന്റെ പ്രധാന ധനസമാഹരണം എന്നുള്ള ഫണ്ട് റേസിംഗ് ഇവന്റ് ആയാണ് ഇത് നടക്കുവാൻ പോകുന്നത്. സോ ഇത് ഒരു മീനിങ് ഫുൾ കോസ് ഇതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ നമ്മള് ഭംഗിയായി ലാർജ് സ്കെയിലിൽ ഒരു ഇവന്റ് പ്ലാൻ ചെയ്തപ്പോൾ അത് GTA ഒണ്ടാരിയോയിലുള്ള GTA എല്ലാ ക്രൗഡും ഉണ്ടാവണം, വരുന്നവർക്ക് അങ്ങേയറ്റം എന്റർടൈൻഡ് ആവണം എന്നുള്ളൊരു ബോധ്യമാണ് ഒരു പാൻ ഇന്ത്യൻ മ്യൂസിക്കൽ കൺസേർട്ട് എന്നതിലേക്ക് ഞങ്ങളെ നയിച്ചത്. അതിന് ബെർക്ക്ലി ആണ് ബെസ്റ്റ് എന്നുള്ള ഒരു തലത്തിലേക്ക് ഞങ്ങൾ ഉരുത്തിരിഞ്ഞ് ഞങ്ങളുടെ ചിന്തകൾ വരികയായിരുന്നു. തീർച്ചയായും. കാര്യം ഈ ഒരു കോഴ്സിനെ പറ്റി പറയുമ്പോൾ അതൊരു ഭയങ്കര വലിയൊരു കാര്യമാണ്. ഒരു പള്ളി, ഒരു രൂപത, ഒരു ദേവാലയം പണിയിക്കുക, അത് പണിയുന്നതിലൂടെ തന്നെ ഒരുപാട് വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു വലിയ ദേവാലയം എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്. എനിക്ക് ക്രിസ്ത്യാനിറ്റി, ഞാൻ ഇടയ്ക്ക് പള്ളിയിലേക്ക് പോകാറുണ്ട്. സോ ആ പള്ളിയിൽ എന്തായാലും ഞാൻ വരും. കാര്യം അതൊരു വലിയൊരു കാര്യമാണ്. ഒരു പള്ളിയെ പറ്റി നമ്മൾ ആ ഒരു പള്ളിയുടെ കൺസ്ട്രക്ഷന്റെ മുന്നേ ആയിട്ട് ഒരു മ്യൂസിക്കൽ ഈവന്റ് ആണ് അതിന് തുടക്കം കുറിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്.
സോ മൂവിംഗ് ഓൺ, നമ്മൾ ഈ ബെർക്ക്ലി എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡിനെ പറ്റി പറയുമ്പോൾ അവർ റീച്ച് ഔട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ളൊരു ആൾക്കാരാണ്. ഐ മീൻ USA-ലാണ്. സോ അതിനെ പറ്റി പറയുമ്പോൾ ഈവന്റ് സ്പോൺസർ അല്ലെങ്കിൽ ഈവന്റിൽ നിൽക്കുന്ന നമ്മുടെ വേവ് കാസിന്റെ ജെറിയോട് തന്നെ ചോദിക്കണം, എങ്ങനെയാണ് ജെറി ആ ഒരു ഇതിലേക്ക് വന്നത്? കാര്യം ബെർക്ക്ലിയെ കോൺടാക്ട് ചെയ്തതും ഇവരെങ്ങനെ ഇതിലേക്ക് പിച്ചിണ്ടായി? ഞങ്ങൾ വന്ന one of the owners ആണ് വേവ് കാസിൽ. വി ഹാവ് ബീൻ ഹിയർ ഫോർ മോർ ദാൻ 10 years. കോർപ്പറേറ്റ് ഈവന്റ്സ്, ഇന്റർനാഷണൽ ഷോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നാട്ടിലും ഇന്ത്യയിലും ഇതുപോലെ ഇന്റർനാഷണൽ ഷോസ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക്. സോ പള്ളിയിൽ നിന്നും അച്ഛൻ ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ, പള്ളിയുടെ ഒരു യുണീക്ക് ആവശ്യമായിരുന്നു. നമ്മൾ എന്നാലും ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി എ വേൾഡ് ക്ലാസ് പരിപാടി. അല്ലാതെ ഇറ്റ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് ഫോർ വൺ കമ്മ്യൂണിറ്റി, വൺ ഏജ് ഗ്രൂപ്പ്, അങ്ങനെയല്ല. എല്ലാവർക്കും അപ്പീൽ ചെയ്യുന്ന ഒരു പരിപാടി. ഇറ്റ് ഷുഡ് ബി എ ബിഗ് ഈവന്റ്. പിന്നെ പള്ളിക്ക് ഒരു വലിയ ഡ്രീം ഉണ്ട്, ഒരു പള്ളി ഉണ്ടാക്കിയെടുക്കാന്നുള്ളത്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ പേര് ഡ്രീംസ് എന്ന് വെച്ചത്. അങ്ങനെ വന്നാണ് ഞങ്ങൾ പല ഓപ്ഷൻസ് നോക്കിയിട്ടാണ് വി സജസ്റ്റഡ് ബെർക്ക്ലി. ആൻഡ് പള്ളിയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ബെർക്ക്ലിയെ കോൺടാക്ട് ചെയ്തതും ആൻഡ് അവരെ ഇവിടെ കൊണ്ടുവരാൻ സമ്മതിച്ചതും. സോ ബെർക്ക്ലി, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ബെർക്ക്ലി ഒരു ഫുൾ ഫ്ലെജ്ഡ് കാനഡയിൽ ഒരു ഈവന്റ് ചെയ്യാൻ പോകുന്നത്. ദേ ഡു ലോട്ട് ഓഫ് ഈവന്റ്സ് ഇൻ USA. അവർ ഇഷ്ടം പോലെ എല്ലാ വർഷവും ടൂർസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാനഡയിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ കമ്മിങ് ആൻഡ് ഡൂയിങ് എ ബിഗ് ഈവന്റ് ആക്ച്വലി. കാര്യം എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു ഇവന്റ് തന്നെയായിരിക്കും. കാര്യം ബെർക്ക്ലി എന്ന പേരിന് അതൊരു ബ്രാൻഡാണ്. സോ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾക്ക് ഫുൾ സീറ്റ്സ് ഫിൽ ഔട്ട് ആവും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം അത്രമാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു ഈവന്റും അത്രമാത്രം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് ബാൻഡാണ്. സോ ഇതിന് ഏതൊരു ഈവന്റ് നടക്കാനാണെങ്കിലും അതിന് ഫിനാൻഷ്യലി ഫണ്ടഡ് ചെയ്യാനായിട്ട് സ്പോൺസേഴ്സ് വേണം. സോ നിങ്ങളുടെ കൂടെയും ഒരുപറ്റം നല്ല സ്പോൺസേഴ്സ് അല്ലെങ്കിൽ സോ ഇതിന്റെ മെയിൻ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ആരാണെന്നുള്ളത് ജെറി? ഞങ്ങൾക്ക് വി ഹാവ് ലോട്ട് ഓഫ് സ്പോൺസേഴ്സ്. പക്ഷെ ഞങ്ങൾക്ക് ഈ ഇവന്റ് ഞങ്ങളുടെ മെയിൻ സ്പോൺസർ ആയിട്ട് വന്നിരിക്കുന്ന ജിത്ത ബിജോ എന്ന് പറഞ്ഞ റിയൽട്ടർ ആണ്. ഷീസ് എ ബ്രാംപ്ടൺ ബേസ്ഡ് റിയൽട്ടർ. ഷീസ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി ഫോർ ക്വൈറ്റ് സം ടൈം. ഓൺ ടോപ്പ് ഓഫ് ജസ്റ്റ് റിയൽട്ടർ, ഷീ ഈസ് ഓൾസോ ഗുഡ് ഇന്റീരിയർ ഡിസൈനർ. ഇവിടുത്തെ മാത്രമല്ല, ഷീ ഹാസ് എക്സ്പീരിയൻസ് ഇൻ മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യൻ കൺട്രീസിലും ആള് ജോലി ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് വരുന്നത്. സോ ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞപ്പം ഷി വാസ് മോർ ദൻ ഹാപ്പി ടു സപ്പോർട്ട് us. വൺ ഓഫ് ദ ബെസ്റ്റ് റിയൽട്ടേഴ്സ് ആണ്. ഞാൻ എന്റെ പേര് മേടിച്ച ആണ്. സോ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും വൺ ഓഫ് ദ ടോപ്പ് നോച്ച് റിയൽട്ടേഴ്സ് ആണ് ആള്. പിന്നെ ഈവന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ബെർക്ക്ലി ഈസ് എ ബിഗ് ബ്രാൻഡ്. വാട്ട് ഈ സെഡ് ഇസ് ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്. ബെർക്ക്ലി എന്ന് പറയുന്നത് AR റഹ്മാൻ തൊട്ട് താഴോട്ടുള്ള എല്ലാ മ്യൂസീഷ്യൻസും പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജാണ്. ആൻഡ് അവിടെ വന്ന ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ എൻസാമ്പിൾ ഉണ്ടാക്കിയപ്പോൾ, ആസ് യു സെഡ്, ഒരു മലയാളിക്കാണ് അതിന് ഇൻചാർജ് കൊടുത്തത്. അതാണ് ആനറ്റ് ഫിലിപ്പ്. ആൻഡ് ഷീ ഈസ് ലീഡിംഗ് ദ ടീം ഓവർ ഹിയർ. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ബിഗ് തിങ്. ആൻഡ് പ്ലസ് വി ഹാവ് സോ മെനി, ദേ ആർ ഗോയിങ് ടു ഹാവ് സോ മെനി സോങ്സ് ആക്ച്വലി, which itself is a great achievement for us. ഇത് ഒരു ഏജ് ഗ്രൂപ്പിന് മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പ്, എല്ലാ ഡെമോഗ്രാഫിക് അപ്പീൽ ചെയ്യാൻ പോകുന്ന ഒരു ഇവന്റാണ്. സോ എനി സ്പോൺസേഴ്സ്, വി ആർ മോർ ദൻ ഹാപ്പി ടു വെൽക്കം മോർ സ്പോൺസേഴ്സ് ഓൺ ബോർഡ്. കാര്യം അവരുടെ ജിയാജല എന്ന പാട്ടിന്റെ റെൻഡേഷൻ ഉണ്ടായിരുന്നു, ഒരു കവർ വേർഷൻ അവർ ചെയ്തത്. അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. വിത്തിൻ 1 day തന്നെ എത്രയോ മില്യൺ വ്യൂസ് വന്നിട്ട് ഏറമാൻ വരെ അഭിനന്ദിച്ച ഒരു തരം വേർഷൻ ആയിരുന്നു. സോ അത്ര നിൽക്കുമ്പോൾ അത്രമാത്രം വലിയൊരു ബ്രാൻഡേ നിൽക്കുന്നു. സോ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിന് പല പല ഓഡിയൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ഓരോ ഇവന്റ് നടത്തുന്നതും ഓരോ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും. സോ ഈ ഒരു ഇവന്റിൽ ഏതൊക്കെയാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്നുള്ളത്, റോബിൻ, ഏതൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഈ ഒരു ഇവന്റിൽ റോബിൻ പറയാൻ പറ്റും? നമ്മുടെ പരിപാടിയുടെ കോർഡിനേഷൻ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് സ്പോൺസേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ടിക്കറ്റ് സെയിൽസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ ബെർക്ക്ലി ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ ഈ ടിക്കറ്റ് സെയിൽസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറെ ഞങ്ങൾക്ക് മാറിക്കിട്ടി. കാരണം ബെർക്ക്ലി ആണ് എന്നുള്ളത് പലരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ബെർക്ക്ലി ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. നമ്മൾ മലയാളി കമ്മ്യൂണിറ്റി മാത്രമല്ല, അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊരു പാൻ ഇന്ത്യൻ മ്യൂസിക് ബാൻഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചാബി, തമിഴ്, ഗുജറാത്തി, ഫുൾ നോർത്ത് ഇന്ത്യൻ, ഫുൾ ഇന്ത്യൻ ക്രൗഡിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്. ഇതൊരു ചരിത്ര ദൗത്യമാണ് ഞങ്ങൾക്കൊരു പള്ളി വാങ്ങിക്കുക എന്നുള്ളത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി. അപ്പോൾ എല്ലാവരും ഇതിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ജെറി പറഞ്ഞ പോലെ സ്പോൺസേഴ്സിന് ഇനിയും കുറച്ച് അവസരങ്ങളുണ്ട്. അപ്പം we're all excited, so please support us. Thank you Aha for having us. സോ ഈ ഒരു ഈവന്റ് എന്തായാലും ഏപ്രിലാണെന്ന് പറഞ്ഞു. സോ അച്ഛൻ ഇതിന്റെ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഏപ്രിൽ ഏത് ഡേറ്റ് ആണെന്നുള്ളതും പിന്നെ എന്താണ് ഈ പ്രോഗ്രാം, ഇനിയിപ്പോ നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഷോ എന്നും അതിനെപ്പറ്റി അറിയാനായി. ഏപ്രിൽ 26 ശനിയാഴ്ച
അതായത് സമ്മറിലെ ആദ്യത്തെ പ്രോഗ്രാം ഓർപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ പ്രോഗ്രാമായിട്ട് നമുക്ക് ഉള്ള ഒരു പ്രോഗ്രാമാണ്. ടാർഗറ്റഡ് ഓഡിയൻസ് നമുക്ക് നമ്മള് അരീനയില് ആ കൺസർട്ട് ഹാളിൽ മോർ ദാൻ 2300 ക്രൗഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസർട്ട് ഹാളാണ്. ആ ഒരു തരത്തിൽ നമ്മൾ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നമുക്ക് സെയിൽസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫൈഡ് കമ്മ്യൂണിറ്റി അല്ല ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സെയിൽസും പാൻ ഇന്ത്യൻ ഷോ ആണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ ഭംഗിയായിട്ട് എന്റെ സെയിൽസും പോകുന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. നിങ്ങൾ ഈ ഒരു അവസരം തന്നതിലുള്ള ഹാമിൽട്ടൺ സെയിന്റ് ജോൺസ് ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ പങ്കാളിത്തം ഒരു മീഡിയ പാർട്ണറായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാവാൻ തക്കവണ്ണം നിങ്ങൾ കാണിച്ച സന്നദ്ധതയ്ക്ക് അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. തീർച്ചയായും ഫാദർ. സോ പറഞ്ഞ പോലെ ഇപ്പൊ സെയിൽസ് സ്റ്റാർട്ട് ചെയ്താൽ ഓൾറെഡി ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. സോ എങ്ങനെയായിരുന്നു ഇപ്പോ ഇനി ആൾക്കാർക്ക് ടിക്കറ്റ് മേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും അത് മേടിക്കാൻ പറ്റുന്നത്? അതിന്റെ ഒരു Sure. Tickets is already start ആയിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇറ്റ്സ് എ ബിഗ് ഇവന്റ്. അതേപോലെ അരീനയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇവന്റ് ടിക്കറ്റ് മാസ്റ്ററിൽ കൂടെയാണ് സെയിൽസ്, മെയിൻ ടിക്കറ്റ് സെയിൽസ് എല്ലാം തന്നെ നടക്കുന്നത്. സോ ഇഫ് യു വോണ്ട് ടു ബൈ ടിക്കറ്റ്സ് ടിക്കറ്റ് മാസ്റ്ററിന് പോവുകയാണെങ്കിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബൾക്ക് ടിക്കറ്റ്സ് മേടിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ഏതർ വേവ് കാസ്റ്റ്, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്താൽ മതി, ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഇല്ലെങ്കിൽ പള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിലാണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ വി ആർ മോർ ദൻ ഹാപ്പി ടു ഹാവ് ദ ടിക്കറ്റ് സെയിൽസ്. ഇതൊരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഈവന്റ് ഇസ് ബിഗർ. അതുകൊണ്ടാണ് നമ്മൾ അതുപോലത്തെ ഒരു വെന്യൂ പോലും നമ്മൾ ചൂസ് ചെയ്തത്. 2300 പീപ്പിൾ കപ്പാസിറ്റി ഉള്ള ഒരു വെന്യൂ. പ്ലസ് ഈ ഒരു വെന്യൂ എന്ന് പറയുന്നത് ബ്രെയിൻ ആഡംസ് പോലത്തെ വലിയ വലിയ ടോപ്പ് ഇന്റർനാഷണൽ സിംഗേഴ്സ് വന്ന് പെർഫോം ചെയ്യുന്ന ഒരു വെന്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ആയിട്ട് ഒരു ടീമിനെ കൊണ്ടുവരുമ്പോൾ വി ഹാവ് ടു മേക്ക് ഷുർ ദ വെന്യൂ ഈസ് ഓൾസോ ഓൺ ദാറ്റ് സ്റ്റാൻഡേർഡ്. അതുകൊണ്ടാണ് ഈ ടിക്കറ്റ് മാസ്റ്റർ അതുപോലെ തന്നെ എല്ലാം തന്നെ ദ ടോപ്പ് ഓഫ് ദി ഗെയിം സെറ്റപ്പിലാണ് ഇതെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് വരുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് യു ക്യാൻ എക്സ്പെക്ട് ഹിന്ദി, മലയാളം, തമിഴ്, കുറെ നല്ല എ ആർ റഹ്മാന്റെ പാട്ടുകൾ, പുതിയ മിക്സസ് വരുന്നുണ്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് ഷോ. ആൻഡ് അവരുടെ കവർ സോങ്സ്, ഗ്രാമി നോമിനേഷൻ കിട്ടിയ കുറച്ച് കവർ സോങ്സും കിട്ടുന്നുണ്ട്. സോ ദർ വിൽ ബി ലോട്ട് ഓഫ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് സോങ്സ് ദാറ്റ് യു ആർ നോട്ട് സീൻ ബിഫോർ ഇൻ ദ യൂട്യൂബ് ചാനൽ ഓർ എനിവെയർ എൽസ്. ഇതിനുവേണ്ടി മാത്രം അവർ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കുന്ന കുറെ സോങ്സ് കേൾക്കാൻ പറ്റും. സോ പ്ലീസ് ഫോളോ us and thank you really for having us here. മ്യൂസിക് മാത്രമല്ല വേറെ ചില സർപ്രൈസ് ഇവന്റ്സും നമ്മളിതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 90 മിനിറ്റ്സ് ആണ് അവരുടെ മ്യൂസിക് പ്രോഗ്രാം. 90 മിനിറ്റ്സിന്റെ വേറൊരു പ്രത്യേക ഷോകൾ നമ്മൾ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ ലിസണേഴ്സ് കേൾക്കുന്ന പോലെ നമുക്ക് നിങ്ങളെ എല്ലാം റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ അഡ്വൈസർ പറയുന്ന പോലെ കുറച്ച് കാര്യം മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് ലോട്ട്സ് ഓഫ് സർപ്രൈസസ് സർപ്രൈസസ് വെച്ചുകൊണ്ടാണ് ഈവന്റ് നടത്താൻ പോകുന്നത്. സോ ഞാനും അതിന്റെ ത്രില്ലാണ്. കാര്യം നമ്മള് ഒബ്വിയസ്ലി ആ ഒരു ബാൻഡിന്റെ ഫാൻസ് ആണ് നമ്മളെല്ലാവരും. സോ അത് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് നല്ല പാട്ട് കേൾക്കാനും നമ്മുടെ എ ആർ റഹ്മാന്റെ ഇസൈപ്പോയിൽ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും മിക്കൊരു വലിയൊരു കമ്മ്യൂണിറ്റിയായിരിക്കും വരാൻ പോകുന്നത്. സോ ലിസണേഴ്സ് അടക്കം എല്ലാവരും മറക്കണ്ട ഡേറ്റ് April 26. സോ April 26 പിക്കറിംഗിലെ അരീന എന്ന സ്റ്റേഡിയത്തിൽ നിങ്ങൾ എന്തായാലും വരിക. ഒരു നിങ്ങൾക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും ഈ പറയുന്ന ഈവന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഡ്രീംസ് എന്ന ഈവന്റ് ഈ പറയുന്ന April 26 വരാൻ പോവാണ്. ആരും മറക്കണ്ട. ഞാനും എക്സൈറ്റഡ് ആണ്, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. സോ സീ ഓൺ April 26 ഓൺ പിക്കറിംഗ് ദി അരീന.